എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ ഒരു ശബ്ദം ഇന്ന് നമുക്ക് കേൾക്കാം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ദൈവത്തിൻ്റെ വഴികളിൽ നമ്മൾ നടക്കണം. കർത്താവിൻ്റെ വഴികൾ എന്താന്ന് കണ്ട് ആ വഴികളിൽ അനുഗ്രഹിക്കപ്പെടും. കർത്താവിൻ്റെ വഴിയിൽ നടന്നാൽ ഉള്ള ഗുണങ്ങളുണ്ട്. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടന്നാൽ ഉള്ള ഗുണങ്ങളുണ്ട്. നമുക്ക് വായിക്കാം 128 സങ്കീർത്തനം 128. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. യഹോവയെ ഭയപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ കണ്ട് പേടിക്കുന്നതല്ല. ഈ ഭയം ദൈവിക സ്നേഹത്തിൽ കൂടെയുള്ള ഭയമാണ്. ഹല്ലേലൂയ. ആദരവിന്റെ സ്നേഹമാണ്. ഹല്ലേലൂയ. വിസ്ഡത്തിന്റെ, ജ്ഞാനത്തിന്റെയും അറിവിന്റെയും സ്നേഹമാണ്. യഹോവയെ ഭയപ്പെടുക നമുക്ക് ആമേൻ ജീവൻ തരാനും നമ്മളെ ജീവൻ എടുക്കുവാനും ഉള്ളവനെ ആമേൻ വേണം നമ്മൾ ഭയപ്പെടേണ്ടതും ആരാധിക്കേണ്ടതും. ഹല്ലേലൂയ. അങ്ങനെ ഉള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നമ്മുടെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ തിരിച്ചറിയണം. ദൈവം നമ്മുടെ വഴികളിലെല്ലാം നമുക്ക് മുമ്പേയായി നടക്കണം. ഹല്ലേലൂയ. എന്ത് പ്രശ്നത്തിന്റെ നടുവിലും എന്ത് വിഷയത്തിന്റെ നടുവിലും ദൈവം നമ്മോട് കൂടെ ചേർന്ന് നടന്നാൽ, നമ്മുടെ വഴികളെല്ലാം ദൈവത്തിൽ സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും ദൈവം അതിനകത്ത് ഒരു മാറ്റം വരുത്തിക്കും. നമ്മുടെ സാഹചര്യങ്ങൾ എന്ത് തന്നെയാണ്, ആ സാഹചര്യം ദൈവം അനുഗ്രഹമായി മാറ്റും. റോമാലേഖനം 8 ഇങ്ങനെ പറയുന്നു, തന്നെ സ്നേഹിക്കുന്നവർക്ക് ആമേൻ എല്ലാം നന്മയ്ക്കായി ദൈവം കൂട്ടിച്ചേർക്കും. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും, ഏത് വിഷയത്തിന്റെ നടുവിലാണേലും ഏത് പ്രശ്നത്തിന്റെ നടുവിലാണേലും ദൈവം സകലതും അനുഗ്രഹത്തിനായി നന്മയ്ക്കായി കൂട്ടിച്ചേർക്കും. ഇന്ന് നമുക്ക് നോക്കാം, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഒരു മനുഷ്യന്റെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയെന്ന് ഈ 128 സങ്കീർത്തനകത്തുനിന്ന് നമുക്ക് ഒന്ന് നോക്കാം. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ ഭക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മള് കൈയുടെ അധ്വാന ഫലം നമ്മൾ ഭക്ഷിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈക്കകത്ത് ദൈവം തരുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ, ദാനങ്ങൾ ഒരിക്കലും ഈ കൈക്കകത്തുനിന്ന് ചോർന്നു പോകത്തില്ല. അത് ആ വിശ്വസ്തനായ ദൈവം, സർവത്തെയും നിർമ്മിച്ച് ഉണ്ടാക്കിയ ദൈവം, സകലത്തിനും മീതെ അവൻ പ്രവർത്തിക്കും. നമ്മുടെ കൂടെ ഇറങ്ങി നിന്ന് നമ്മളെ അനുഗ്രഹിക്കും, നമ്മളെ വഴി നടത്തും. ആ ദൈവം ഒരിക്കലും നമുക്കൊരു തിന്മ വരുവാൻ, കഷ്ടതയിൽ കൂടെ പോയാലും സ്തോത്രം, അതിന്റെ നടുവിൽ ദൈവം കൂടെ ഇറങ്ങി വന്ന് ആ കഷ്ടത ഒരു അനുഗ്രഹമാക്കി മാറ്റും. നമ്മൾ പോലും അറിയത്തില്ല. പ്രശ്നത്തിന്റെ നടുവിൽ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ദൈവം ആ വിഷമം തുടച്ചു മാറ്റി അനുഗ്രഹമാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ ഭക്ഷിക്കും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ദൈവത്തിന്റെ വഴി നടക്കുന്നവന് നന്മ തന്നെ വരത്തുള്ളൂ. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ദൈവം നന്മകൾ കൊണ്ട് നിറച്ചു, അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചു. ഇന്ന് ആ ദൈവം വലിയവനെന്ന് പറയുവാനുള്ള സാക്ഷ്യം ഇടയാക്കി. ആമേൻ. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ആയിരിക്കും. ഇതാണ് ഒരു അനുഗ്രഹം. ദൈവത്തിന്റെ വഴികളിൽ നടന്നാലുള്ള അനുഗ്രഹം. ഈ ഒരു ഷോർട്ട് മെസ്സേജ്, ഈ ഒരു ചെറിയ ആലോചന ഇന്നത്തെ ദിവസം കർത്താവ് സംസാരിക്കുക. കർത്താവിന്റെ വഴികളിൽ കൂടെ നടന്നാൽ, ആ കർത്താവിനെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ കൂടെ നടന്നാൽ നിന്റെ കൈയുടെ അധ്വാന ഫലം നീ ഭക്ഷിക്കും. നീ ഭാഗ്യവാൻ, നീ അനുഗ്രഹിക്കപ്പെടും. നന്മ നിന്റെ ജീവിതത്തിൽ ആമേൻ നിലനിൽക്കും. ഹല്ലേലൂയ. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്തും ഫലപ്രദമായ
വള്ളി പോലെ നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവതൈ പോലെ ആയിരിക്കും. എന്ത് സമാധാനവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി ദൈവം മാറ്റും. ദൈവം പണിയുന്ന ഒരു കുടുംബം, ദൈവത്താൽ പണിയപ്പെടുന്ന, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു കുടുംബമായി ദൈവം മാറ്റും. സ്തോത്രം. യഹോവ ഭക്തൻ ആയ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. യഹോവ ആമേൻ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മ കാണും. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് ആ ദൈവത്തെ ഭയപ്പെട്ട് കർത്താവിന്റെ വഴിയിൽ നടന്നാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം പടിപടിയായിട്ട് വന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന, എന്നെ ആമേൻ ശ്രദ്ധിക്കുന്ന ആമേൻ ഓരോ ദൈവമക്കളെയും, ഓരോ ആമേൻ സ്തോത്രം വീടുകളിൽ ഇരുന്ന് കേൾക്കുന്ന ആരാണേലും ദൈവത്തിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വഴികളിൽ നിങ്ങൾ ഭയപ്പെട്ട് നടന്നാൽ, കർത്താവിനെ ഭയപ്പെട്ട് നടന്നാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ പുറകെ വന്നിരിക്കും. നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, ആമേൻ നിങ്ങൾ ആയിരിക്കുന്ന ഏത് മേഖലയിലും ദൈവം ഇറങ്ങി വന്ന് അനുഗ്രഹിക്കും. ഇന്ന് പകൽക്കാലം നമ്മൾ ഈ കേൾക്കുന്ന ആമേൻ ഈ ദൈവത്തിന്റെ ശബ്ദം നിങ്ങളെ, ആമേൻ ഈ കേൾക്കുന്ന ഈ ശബ്ദം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. ഹാവ് എ നൈസ് ഡേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല ദൈവമേ, ഇന്ന് കേൾക്കുന്ന ഓരോ ജനത്തെയും സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ നടത്തിയാട്ട് ദൈവത്തിന്റെ വഴികളിൽ ദൈവത്തെ ഭയപ്പെട്ട് നടക്കുന്നവരായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ്.